നമസ്കാരം. നിങ്ങളിൽ പലർക്കും തന്നെ കാലിൽ സൂചി കുത്തുന്നത് പോലുള്ള ഒരു പ്രശ്നമോ കൈയിൻ്റെയും കാലിൻ്റെയും തരിപ്പോ കാലൊരു ഭാഗത്ത് വെച്ചാൽ കാലവിടെ ഉണ്ടോ എന്നുള്ളത് പോലും അറിയാതിരിക്കുക, സ്പർശം അറിയാതിരിക്കുക, അല്ലെങ്കിൽ കാലിന് വേദന നീർക്കെട്ടുമൊക്കെ തന്നെ അനുഭവിക്കുക, ശരിയായിട്ട് ഓക്സിജനൊന്നും എത്താത്തത് കാരണം തന്നെ കാലിൻ്റെ ചില ഭാഗങ്ങളിൽ കറുപ്പോ അല്ലെങ്കിൽ നീല കളറിലോ നിറവ്യത്യാസങ്ങൾ കാണപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ബോഡിയിൽ സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തചംക്രമണം നടക്കാത്തതിൻ്റെ പല പ്രശ്നങ്ങളുമാണിത്. എന്നാൽ ഈ രക്തചംക്രമണം കൂട്ടുന്നതും ഇത്തരം മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇല്ലാതാക്കാനുമായിട്ട് നമുക്ക് ആയുർവേദത്തിൽ വളരെ നല്ലൊരു പ്രൊസീജിയർ ഉണ്ട്. ശിരശ്രവണ പാദേഷു എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ അഭ്യംഗം ചെയ്യുന്ന സമയത്ത് ഫുൾ ബോഡി നമ്മൾ സെൽഫ് മസാജ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം കിട്ടത്തക്ക രീതിയിൽ ശിരസ്, ശ്രവണ പാദേഷു അല്ലെങ്കിൽ നിങ്ങളുടെ ഫൂട്ട്, കാലുകൾ അല്ലെങ്കിൽ ചെവിയുടെ പുറകുവശം, ശിരസ്, ഈ 3 ഭാഗങ്ങളിലായിട്ട് നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചാൽ വളരെയധികം ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. മുഴുവൻ ബോഡി മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ പാദാഭ്യംഗം അല്ലെങ്കിൽ ഫുട്ട് മസാജ് എന്നുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത് ഡെയിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ ഇതിൽ ചില മർമ്മസ്ഥാനങ്ങളും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇത്തരം മർമ്മസ്ഥാനങ്ങളും കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ വിധപ്രകാരം പറഞ്ഞിട്ടുള്ള ഓയിലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഏത് രോഗാവസ്ഥയ്ക്ക് ഏത് ഓയിൽ ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഏറിപ്പോയാൽ 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പാദാഭ്യംഗം നടത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കുമുള്ള വാദസംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയുള്ള നല്ലൊരു പ്രതിവിധിയായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജി. ദൃഷ്ടിപ്രസാദകരം സുഖം, നിദ്രാകരം വാദഹരം, ശ്രമക്ലാന്തിഹരം പരം എന്നുള്ളതും ഈ പാദാഭ്യംഗത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ദൃഷ്ടി ഒരുപാടേറെ നെർവ് എൻഡിങ്സുകൾ വരുന്നതാണ് ഈ നമ്മുടെ ഫൂട്ട് അല്ലെങ്കിൽ കാലുകളിൽ. ഇത് നേരിട്ട് തന്നെ മസ്തിഷ്കവുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ഇതുവഴി. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഈ പാദാഭ്യംഗം ചെയ്യുന്നത് വഴി പിന്നീട് സ്ട്രെസ്സ് പോലുള്ള നമ്മുടെ സ്ട്രെസ്സ് ഹോർമോൺസിനെയൊക്കെ കുറച്ചിട്ട് ആ സ്ട്രെസ്സ് പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഉറക്കം കിട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുവഴി തന്നെ ശരിയായിട്ടുള്ള ബോഡിക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ സഹായിക്കുന്നുണ്ട്. നല്ല സർക്കുലേഷൻ നടക്കുക വഴി തന്നെ നിങ്ങൾക്ക് സയാറ്റിക്ക പോലുള്ള പെയിനുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള വേദനയൊക്കെയുള്ള ഭാഗങ്ങളിൽ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ ചില മർമ്മസ്ഥാനങ്ങളെ പ്രത്യേകം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരം ഭാഗങ്ങളിൽ ഒന്ന് ഉള്ളംകാലിലാണ് കേട്ടോ ഇത് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്, പുറമേ അല്ല. അപ്പം ഏത് ഓയിൽ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗം തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് വാതദോഷമൊക്കെ അധികമായിട്ടുള്ളതാണെങ്കിൽ ക്ഷീരബല തൈലം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതിന് കടുകെണ്ണയോ നല്ലെണ്ണയോ പോലുള്ളവയൊക്കെ തന്നെ ഉപയോഗിക്കാം. ഇനി ശരീരത്തിന് നല്ല ചുട്ട് നീറ്റൽ, പുകച്ചിൽ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് നല്ലത് നല്ല നെയ്യാണ്. നെയ്യ് കൊണ്ട് കാലിന് ഒരു അഭ്യംഗം കൊടുക്കുന്നതാണ്, പാദാഭ്യംഗം ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഉപയോഗപ്പെടുത്താം. ശരീരത്തിന് ചൂട് കൂടുതലുള്ള പിത്താധിക്യമുള്ള സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഒരുപാടേറെ മെഡിക്കേറ്റഡ് ഓയിൽ തന്നെ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇതുപോലുള്ള ഒരു അഭ്യംഗം കൊടുക്കുക വഴി ഞാൻ ഈ പറഞ്ഞ ഓയിലുകൾ തന്നെ തിരഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല. മൈൽഡായിട്ട് സർക്കുലർ അല്ലെങ്കിൽ റൗണ്ടായിട്ട് ഈ രീതിയിൽ ക്ലോക്ക് വൈസിൽ തടവി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൽ ഉൾപ്പെടുത്തേണ്ട മർമ്മസ്ഥാനങ്ങളും കൂടെ പറയാം. ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ ക്ഷിപ്രമർമ്മം എന്നുള്ളത് ഇത് നമ്മുടെ ഈ വലിയ തള്ളവിരലും അതുപോലെ തന്നെ രണ്ടാമത്തെ വിരലിൻ്റെയും നടുക്കായിട്ട് വരുന്നൊരു ഭാഗമാണ്. ഹൃദയത്തിൻ്റെയും ലങ്സിൻ്റെയും ഒക്കെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാനും ലിംഫാറ്റിക് സിസ്റ്റം ഒക്കെ നന്നായിട്ടൊന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ പ്രാണയുടെ ഫ്ലോ ഒന്ന് ആക്റ്റീവ് ആക്കാനായിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി രണ്ടാമത്തേത് തലഹൃദയ മർമ്മമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സോളിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഇത് നമുക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റാനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ ഒന്ന് കൂളാക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഈ തലഹൃദയ
മർമ്മം എന്നുള്ളത്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സർക്കുലേഷൻ കൂട്ടാനും സ്ട്രെസ്സ് കുറയ്ക്കാനും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കൂർച്ചമർമ്മം എന്ന് പറയുന്നതും തന്നെ നന്നായിട്ട് ഡൈജഷൻ നടത്താൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ നല്ലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണ സ്രോതസ്സിനെയൊക്കെ ആക്റ്റീവ് ആക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച ശക്തി കൂട്ടാനും എല്ലാ സെൻസ് ഓർഗൻസിനെ ആക്റ്റീവ് ആക്കാനും മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കൂർച്ചശിര മർമ്മമാണ്. ഇത് നമ്മുടെ ഡൈജഷൻ കൂട്ടാനും അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയും കൂടെ ഉള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല കാഴ്ചശക്തിക്കായാലും നെർവസ് സിസ്റ്റത്തിനെയൊക്കെ തന്നെ വളരെയധികം ശാന്തമാക്കാനും സഹായിക്കുന്ന ഒരു മർമ്മം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഗുണങ്ങൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബോഡിയിൽ പെയിന്, സയാറ്റിക് പെയിനോ മസിൽ കയറുന്ന പോലുള്ള പ്രശ്നങ്ങളോ ഭയങ്കര ക്ഷീണോ ഉറക്കം ശരിയാവാത്തതോ അല്ലെങ്കിൽ എപ്പോഴും തരിപ്പ് മരവിപ്പ് നല്ല ഡ്രൈനെസ് ഒക്കെ തന്നെ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ഇത് എപ്പോഴും നല്ലതാണ്. നല്ല പനിയോ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അമിതമായിട്ട് കഫം കെട്ടി നിന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ജലദോഷത്തിൻ്റെ അധികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ഗർഭിണികൾ ഇങ്ങനെയുള്ള കേസിലൊന്നും ചെയ്യേണ്ടതില്ല. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്കിത് വളരെയധികം പഥ്യമായിട്ടുള്ളതാണ്. ഇനി നെർവസ് സിസ്റ്റത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള തരിപ്പും മരവിപ്പും അതുപോലെ വേദനകളൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു പങ്ക് തന്നെ ഈ ഒരു പാദാഭ്യംഗത്തിനുണ്ട്. അതുപോലെ ആങ്ഷൈറ്റി, സ്ട്രെസ്സ്, ഇൻസോംനിയ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാനും സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കാനും ഏറെ നല്ലൊരു കഴിവ് തന്നെയുണ്ട്. ഐ സ്ട്രെയിനും നല്ല കണ്ണിന് നല്ലൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. പ്ലാന്റാർ ഫേസൈറ്റിസ് ഉണ്ടല്ലോ, നമ്മുടെ ഹീൽ പെയിൻ എന്നൊക്കെ പറയും, മടമ്പിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനയോ അല്ലെങ്കിൽ ക്രാംസ് പോലെയുള്ള പ്രശ്നങ്ങൾ, മസിൽ കയറ്റം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും നല്ലതാണ്. അധികമായ വാതദോഷത്തെ കുറയ്ക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായാലും നമുക്ക് പാദത്തിൻ്റെ പുറം ഭാഗങ്ങളിലും നമുക്ക് പ്രസ് ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കാം. അല്ല ഇനിയിപ്പോൾ തനിയെ ചെയ്യുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ മർമ്മസ്ഥാനങ്ങൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാലിൻ്റെ എല്ലാ അടിവശത്തുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ ഭാഗങ്ങളിൽ ഒരു മൈൽഡ് പ്രഷർ കൊടുത്തിട്ട് ഈ മേൽ പറഞ്ഞിട്ടുള്ള ഓയിലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു മസാജ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാല് വാഷ് ചെയ്തിട്ട് കിടക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ലിപ്പായി പോവാതിരിക്കാൻ എന്തെങ്കിലും സോക്സ് രീതിയിൽ എന്തെങ്കിലും ഉപയോഗിക്കാം. വാഷ് ചെയ്തിട്ട് കിടന്നാലും ഇതന്നെ നല്ലൊരു റിസൾട്ട് കാണാറുണ്ട്. ഇനി പലപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഈ ഒരു കാര്യം ചെയ്ത് കിടക്കുന്നത് അത്ര തന്നെ ഗുണകരമായിട്ടുള്ള ഒരു പഥ്യമായിട്ടുള്ളതല്ല പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് സമയത്തിന് ശേഷം ആ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സമയങ്ങളിലാണ് ഇത്തരം പാദാഭ്യംഗത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയം, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട്. അപ്പം ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും തിരഞ്ഞെടുക്കുന്ന ഓയിൽ, സമയം ഇതെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മേൽ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിൽ തരിപ്പ്, മരവിപ്പ്, വേദന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് പാദാഭ്യംഗം എന്ന് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഒട്ടും ചിലവില്ലാത്തൊരു കാര്യമായതുകൊണ്ട് കുറച്ച് നാളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെയാണ് ആ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. കാരണം സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോൺ വേരിയേഷൻ കൊണ്ട് ശരീരത്തിൽ ചൂട് കൂടിയിട്ടൊക്കെ തന്നെ ഉറക്കക്കുറവാണ് പലർക്കുമുള്ളൊരു പ്രശ്നം. നമ്മുടെ ത്രയോപസ്തംഭങ്ങളിൽ ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തൂണില്ലാത്തൊരു വീട് പോലെ ആയിരിക്കും നമ്മുടെ ശരീരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഉറക്കത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉറക്കം കിട്ടാൻ മരുന്നുകളെ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.